തുർക്കിയെ തീർക്കാൻ ഇന്ത്യയും ഇസ്രായേലും ഗ്രീസും ഒന്നിക്കുന്നു. ഇപ്പൊ ഇന്ത്യയും ഇസ്രായേലും നമുക്കറിയാം, കാരണം ഇസ്രായേലിലും ഇന്ത്യയും തുർക്കി എങ്ങനെയാണ് പണിയുന്നത്, പണി കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഗ്രീസ് തുർക്കിയും തമ്മിൽ എന്താണ് പ്രശ്നം? ഇപ്പൊ ഗ്രീസിൽ പ്രധാനമന്ത്രി എത്തി, പ്രതിരോധ കരാറുകളൊക്കെ ഒപ്പിട്ടു, പല രീതിയിലുള്ള സൗഹൃദം നമ്മൾ ഗ്രീസുമായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഗ്രീസ് തുർക്കിയുമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് നമുക്ക് അത്ര വലിയ പിടിയില്ല. എന്താണ് ഈ ഗ്രീസും തുർക്കിയും തമ്മിലുള്ള വിഷയം? സൈപ്രസ് എന്ന് പറയുന്ന ഗ്രീക്ക് വംശജർ ജീവിക്കുന്ന ഒരു ദ്വീപ് ഗ്രീസിനടുത്തുണ്ട്. ഇത് 1974 തുർക്കി അങ്ങ് കൈയടക്കി. തുർക്കി കൈയടക്കി. ഗ്രീസ് ഒരു വലിയ സൈനിക ശക്തിയൊന്നുമല്ല. അവർ കൈയടക്കി, വലിയ യുദ്ധം നടന്നു. യുദ്ധത്തിന്റെ അവസാനം ലോകരാഷ്ട്രങ്ങൾ പലതും പറഞ്ഞിട്ടും തുർക്കി അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ല. അവർക്ക് പഴയ ഒരു സ്വഭാവം, ഓട്ടോമാൻ സ്വഭാവം. ആ സ്വഭാവത്തിൽ അവരവിടെ തന്നെ നിന്നു. അവസാനം ഈ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കേണ്ടി വന്നു, തെക്കൻ സൈപ്രസും വടക്കൻ സൈപ്രസും ആയിട്ട്. അപ്പോൾ ഈ സൈപ്രസിനെ ഒരുമിക്കണമെന്നാണ് ഗ്രീസിന്റെ ആവശ്യം, സൈപ്രൈറ്റുകളുടെ ആവശ്യം. ഇവിടെ നിന്ന് കുറെ ആൾക്കാർ ഓടിപ്പോയി ഗ്രീസിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വംശജർ തന്നെയാണ്, അവർക്ക് ഗ്രീസ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോൾ ഇതിനെ എതിരെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷമായല്ലോ, ഇനി ഒഴിഞ്ഞു പോകണം, അവരുടെ സ്വാതന്ത്ര്യദാഹത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ഒഴിഞ്ഞു പോകുന്നില്ല. ഇവർ പോകാത്തതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സൈപ്രസിന്റെ സമുദ്ര അതിർത്തിയിൽ ധാരാളമായിട്ട് പ്രകൃതിവാതമുണ്ട്, അതേപോലെ തന്നെ ഓയിലും ക്രൂഡുമുണ്ട്. ഇത് സ്വന്തമാക്കുക എന്നതും ആ രാജ്യത്തെ ഇപ്പൊ പകുതി കിട്ടിയിരിക്കുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക വൽക്കരിക്കുക, ഏകദേശം ഭാഗികമായിട്ട് ലേറെയായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ ഒരു കാര്യത്തിന് അവർ പരിശ്രമിക്കുമ്പോൾ ഗ്രീസ് ഇവരുമായിട്ട് പരമ്പരാഗതമായിട്ട് ശത്രുതയിലാണ്. എന്നാൽ ലോക മിലിറ്ററിയിൽ 10ൽ 1 വരുന്ന രാജ്യമാണ് നമ്മുടെ ഈ തുർക്കി എന്ന് പറയുന്നത്. ലോകത്തെ മിലിറ്ററി റാങ്കിങ്ങിൽ 10ൽ 1 അവരാണ്. 12ാം റാങ്കിലുള്ള ഒരു രാജ്യമുണ്ട്, നമ്മുടെ അയൽവാസിയായ പാകിസ്ഥാൻ. 12ാം സ്ഥാനത്താണ് അവർ. ഇന്ത്യ നമ്മൾ 3ലും 4ലുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിശക്തമായ സൈനിക ശേഷിയുള്ള ഈ രാജ്യം US കഴിഞ്ഞാൽ നാറ്റോയിലെ 2ാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവറാണ്. നാറ്റോയിലെ തന്നെ 2ാമത്തെ. US കഴിഞ്ഞാൽ എത്രയോ രാജ്യങ്ങളുണ്ടെന്ന് ഓർക്കണം, അതിനേക്കാൾ. ഇപ്പോൾ ഫ്രാൻസൊക്കെ അതിലുള്ളതല്ലേ, അതിനേക്കാൾ. അപ്പോൾ അതിശക്തമായൊരു സൈനിക വ്യൂഹം അവർക്കുണ്ട്. പിന്നെ 2ാമത്തത്, ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന രീതിയിലുള്ള തത്വശാസ്ത്രമായിട്ടാണ് എർദോഗൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻഗാമികളും മുന്നോട്ട് പോകുന്നത്. ഇത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണ്. യൂറോപ്പിൽ ഇന്ന് എമ്പാടും നടക്കുന്ന സ്ഫോടനങ്ങളുടെ പിന്നിൽ തുർക്കിയുടെ കൈകളുണ്ട്. പാകിസ്ഥാൻ വഴിയുള്ള പരിശീലനമുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് സമാധാനം ഉണ്ടാകുകയില്ല. അവസാനമായിട്ട് ഈ തുർക്കിയുടെ മിലിറ്ററി ഇന്റലിജൻസ് സംവിധാനമുണ്ട്, MIT, മില്ലി ഇസ്തിബാരത്ത് തെക്സ്കിലാറ്റി, അതാണ് അവരുടെ പേര്. അവരുടെ പ്രവർത്തനം ഗ്രീസിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ, ഇസ്രയേലിൽ അതിശക്തമായിട്ട് കൊണ്ടുവരുന്നു. ഇസ്രയേലിൽ അത്രമാത്രം സുരക്ഷ ഉണ്ടായിട്ട് പോലും അവരുടെ ചാരന്മാരെ പല ഇടങ്ങളിൽ നിന്ന് പിടികൂടി. അപ്പൊ ഈ സന്ദർഭത്തിൽ തുർക്കിയുടെ തുർക്കിയിൽ ഭൂകമ്പം വന്നപ്പോൾ നമ്മൾ അവരെ സഹായിച്ചതാണ്. കേരളത്തിൽ നിന്ന് പോലും 10 കോടി കൊടുത്തത്, 10 കോടിയാണ് കൊടുത്തതാണ്. നമ്മൾ പിന്നെ ഇല്ലേ, ലോക സമ്മാനത്തിന് 2 കോടിയൊക്കെ കൊടുത്ത ഭയങ്കര സമ്പന്നരായ ഒരു പ്രദേശമാണല്ലോ. അതെ, ഇല്ല, ചോദിച്ചില്ല. മുഖ്യൻ കൊടുത്തു. പ്രളയം വരുമ്പോ ലോകത്തെല്ലാം കൈനീട്ടും, പക്ഷെ ഇവിടെ ഭയങ്കര സമ്പത്താണെന്ന് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംവിധാനം ലോക സമാധാനത്തിന് ഭീഷണിയായതുകൊണ്ട് NIS എന്ന് പറഞ്ഞ ഗ്രീസിന്റെ ചാരസംഘടന, അതായത് തെമിസ്റ്റോക്ലിസ് ഡെനിസ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ചാരസംഘടനയുടെ തലവന്റെ പേര്. നാഷണൽ ഇന്റലിജൻസ് സർവീസ്, അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ മൊസാദ്, ഡേവിഡ് ബെർണിയ അതിന്റെ തലവൻ റോയുടെ പരാഗ് ജെയിൻ, നമ്മുടെ IPS ഉദ്യോഗസ്ഥനാണെന്ന് അറിയാമല്ലോ. അപ്പൊ അദ്ദേഹം റോയുടെ തലവനായി വന്നപ്പോൾ സമയത്ത് അദ്ദേഹത്തെ കുറിച്ചൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. 1989 IPS ബാച്ചിൽപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവര് 3 പേരും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലെ ലക്ഷ്യം വെക്കുന്നത് തുർക്കിയെ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. കാരണം ഈ 2 രാജ്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഒന്നിച്ചു നിൽക്കേണ്ട 3 രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട്. അപ്പോൾ അതായത് ലോക സമൂഹത്തിലെ, മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ എതിരാളി അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇന്ന് അവർ വിശ്വസിക്കുന്നത് ഇസ്രായേലിനെയാണ്, അറിയാം. എന്നാൽ 2ാം സ്ഥാനത്ത് ആരാ? ഇന്ത്യയാണ്. നേരത്തെ അവർക്കത് അമേരിക്ക ആയിരുന്നെങ്കിൽ അമേരിക്ക അവരുടെ മികച്ച ഡിപ്ലോമാറ്റിക് സംവിധാനം കൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ എല്ലാം കയ്യിലെടുത്തു. അമേരിക്ക ഓരോരോ ഘട്ടത്തിൽ
അതിനുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ യുദ്ധത്തിൽ കുവൈറ്റിന്റെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി കുറച്ചുകൂടെ അവരുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ അമേരിക്കൻ ചെകുത്താനെ അവർക്കിപ്പോ അംഗീകരിക്കാൻ അതവരുടെ ഇസ്രായേലിനോട് ഖത്തറിനെ ആക്രമിക്കാൻ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു ഞങ്ങൾ അറിയാതെയാണ് ഖത്തറിനെ ആക്രമിച്ചതെന്ന്. എന്നിട്ട് ഖത്തറിനോടൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇനി ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറഞ്ഞു, ഉറപ്പും കൊടുത്തു. അതോടുകൂടി ഖത്തറും അമേരിക്കയും സപ്പോർട്ടായി. അതെ, ആ ഖത്തറിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉലച്ചതാണത്. കാരണം ഖത്തറിന്റെ ചില നയങ്ങൾ അമേരിക്കക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ അതിനെ ഒന്ന് അമേരിക്കയോട് അടുപ്പിച്ച് നിർത്താനായിട്ട് ഞങ്ങൾക്കറിയാം ഈ പരിപാടി ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ഫ്ലൈറ്റ് ഒക്കെ കിട്ടിയ കാര്യം അറിയാം. ഓക്കെ, അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം നടന്ന് ഈ രാജ്യങ്ങള് ലക്ഷ്യം വെക്കുന്നതിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയാണെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് ഗ്രീസ് വരുമോ എന്ന ഭയം ഗ്രീസിനുണ്ട്. കാരണം ചരിത്രപരമായിട്ട് ഈ തുർക്കിയുടെ നയങ്ങള് അവരെ നിരന്തരമായിട്ട് വിടാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഭീഷണി നമ്മൾ കണ്ടു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ തുർക്കിയുടെ പങ്കാളിത്തവും അവരുടെ നഗ്നമായ ഇടപെടലും കണ്ടപ്പോൾ ഭാരതം തീരുമാനിച്ചു നയതന്ത്രപരമായിട്ടുള്ള ആ ഒരു പോളിഷ്നെസ്സിനപ്പുറം അത് നമ്മളങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിക്കാമെന്ന് തീരുമാനിച്ചു. അവർ ഫ്ലൈറ്റ് ഹാൻഡ്ലിങ്ങിനുള്ളത് സംവിധാനം നമ്മൾ ക്യാൻസൽ ചെയ്തു. അവരുടെ ആപ്പിൾ നമ്മളിവിടെ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ചാൽ പിന്നെ ഇന്ത്യൻ ജനതയും വളരെ വലിയൊരു തീരുമാനം എടുത്തു. എന്താണത്? ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോകണ്ട. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ലോക പിന്നെ എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസിൽ ആയിട്ട് കപ്പഡോക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശം, കടൽ തീരം, ഇസ്താംബൂളിൽ. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തു? പോണ്ടാന്ന് വെച്ചു ആണല്ലോ. അപ്പൊ വളരെ വലിയൊരു സന്ദേശം കിട്ടി. 7 കോടിയുടെ നഷ്ടം എങ്ങാണ്ടാണ് ആ ഇനത്തിൽ തുർക്കിക്ക് ഉണ്ടായിരുന്നാണ് കണക്കുകൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇതുകൊണ്ടൊന്നും നമ്മൾ അവസാനിച്ചില്ല. 83 ഇന്ദിരാഗാന്ധി എന്നതിന് ശേഷം 40 വർഷത്തിന് ശേഷം ഇതാ ഇന്ത്യയുടെ പടത്തലവനായിട്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദി അവിടെ 2023 എത്തുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപാണെന്ന് നമുക്കറിയാം. അദ്ദേഹം എന്തുകൊണ്ടാണ് 25 ഓക്കെ അവിടെ എത്തുന്നു. അവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ തുർക്കിക്കുള്ള ഒരു മറുപടി ആയിട്ടാണ്. എന്താ അവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കിയുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടു. 3 രീതിയിലുള്ള കരാറുകൾ. ഒന്ന്, 2030 തുർക്കിയുമായിട്ടുള്ള വ്യാപാരം നേരെ ഇരട്ടിയാക്കുക. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ആയുധ കരാറിൽ ഏർപ്പെടുക. തുർക്കിക്ക് വേണ്ട നമ്മുടെ ഇരിക്കുന്ന സൂപ്പർ സാധനങ്ങൾ കുറെ ഉണ്ടല്ലോ, ബ്രഹ്മോസ് ഉൾപ്പെടെ, അത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾ. മൂന്നാമത്തെ ഒരു കാര്യം, ഈ വെസൽസ് അവിടെ സമുദ്ര ഭാഗത്ത് വേണ്ടത്ര നിരീക്ഷണം നടത്താനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ വലിയ വില കൂടുതലാണ്. ഇന്ത്യയിൽ വളരെ വില കുറച്ച് നല്ല പെട്രോളിംഗ് സംവിധാനങ്ങൾ ഉണ്ട്, ഈ പറയുന്ന നേവൽ ഷിപ്പുകളായിട്ട് ഉപയോഗിക്കും. അത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുകൂടാതെ മറ്റൊരു കാര്യം ചെയ്തു, നമ്മൾ ഒരുപാട് സ്വതന്ത്ര വ്യാപാര കരാർ തുടങ്ങുന്നതിനുള്ള ചർച്ചകളിലേക്കും ഏർപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യമെന്ന രീതിയിൽ തുർക്കി വളരെ നാളുകളായിട്ട് ലോക സമാധാനത്തിന് ഭീഷണിയായിരുന്നു. എത്രയോ നാളുകളായിട്ട് ഓട്ടോമൻ സാമ്രാജ്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഛിന്നഭിന്നമാക്കിയത് ഓട്ടോമൻ സാമ്രാജ്യമാണ്. അവിടെ നിന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേലിന് ആ സ്ഥലത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടും അവര് ഈ തുർക്കി പല രീതിയിൽ, ഉദാഹരണത്തിന് പാലസ്തീന്റെ ഒപ്പം നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടോ പല യുദ്ധങ്ങൾ ഉണ്ടായതിൽ എല്ലാത്തിലും തുർക്കിയുടെ കർത്തകരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തുർക്കി ഇസ്രായേലിന്, ഗ്രീസിന്, ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് തീർക്കണം ആണല്ലോ. അതിനാണ് നമ്മളുടെ റോയും മൊസാദും NIS-ഉം കൂടെ ഒന്നിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. ഇതൊരു വലിയ ആഗോള ചർച്ചാ വിഷയമാണ്. ഈ 3 ഇന്റലിജൻസ് ഏജൻസികൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്.